കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിലെ നിൻ്റെ ഓരോ ഉദ്യമങ്ങളും, നിൻ്റെ ഓരോ ചിന്തകളും, നിൻ്റെ ഓരോ തീരുമാനങ്ങളും അത് അനുകൂലമാണ് നടക്കാനും അനുകൂലമെങ്കിൽ നടത്താതിരിക്കാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നീ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. പരിശുദ്ധമ്മ ദേവമാതാവ് നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയോ? ഈ നിലനിൽപ്പില്ലേ, നിലനിൽപ്പ് ഒരു ചില്ലറ വിഷയമല്ല കേട്ടോ. കണ്ടിന്യൂറ്റി, കവനൻ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള സബ്ജക്റ്റ് ദൈവം പറയണത്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്കാണ് യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് വിഷയം. ഞാൻ ഇപ്പം ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ഓർത്തേക്കണം, നിങ്ങൾ വന്ന് ഇടിച്ചു തല്ലി കയറി മസിലി പിടിച്ച് ഉടമ്പടി എടുത്തുകൊണ്ട് പോയതല്ല, ദൈവം നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചതാണ്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും, ഉടമ്പെടുത്തത് എന്തിനാണ്? പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഈ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും സുരക്ഷിത പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ നിയോഗിച്ചത് ആരാണ്? ഈശോ തന്നെയാണ്. അപ്പം അങ്ങനെ നിയോഗിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത് എന്നുള്ള ബോധം ഉണ്ടാവേണ്ടതാണ്. നമുക്ക് യേശുവാണ് എന്നെ നിയോഗിച്ചത്. ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ തിരുപ്പട്ടം മേടിക്കുമ്പോഴേ സത്യമായിട്ട് ആ ബോധമുണ്ട്. കർത്താവിൻ്റെ നിയോഗത്തിലാണ് നമ്മൾ ഒരു രൂപത്തിലാണ് ഇൻകാർണേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ രൂപതയും റിലീജിയസും എല്ലാം ബേസിക്കായിട്ട് ആര് വിളിച്ചതാണ്? ഈശോ വിളിച്ച് നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ മനസാക്ഷി ഈശോ നമ്മളിൽ വസിച്ചുകൊണ്ട്, നാളെ നമ്മളത് കാണും, ഈശോ വസിച്ചുകൊണ്ട് ഈശോയുടെ പ്രവർത്തി ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കാണും. അത് നിങ്ങൾ അതിലേക്ക് വരണമെന്ന് എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം. ഇപ്പോഴെന്താ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനം, അതുപോലെ തന്നെ രോഗി പരിചരണം, അതുപോലെ തന്നെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യണം. പൗലോസ് പത്രോസിനെക്കുറിച്ച് നല്ലവണ്ണം പറയുന്നുണ്ട്. പ്രസംഗിക്കുന്നവൻ കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച പോലെ പ്രസംഗിക്കട്ടെ. 1 പത്രോസ് 4:11. പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ദൈവത്തിന്റെ